ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാന്യായ പേരോട് ഉസ്താദിനെ നമ്മൾ ആദരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തെ ആദരിക്കുകയല്ല, നമ്മുടെ നാട് നാദാപുരം മേഖല അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ആദരിക്കപ്പെടുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്തായൊരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ അടുത്തൊന്നും തന്നെ ഇത്തരമൊരു യാത്ര ഞാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പോലും നടത്താൻ പറ്റി. ചരിത്രത്തിന്റെ ഭാഗമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഓരോ സമ്മേളനങ്ങളും നമ്മുടെ നാദാപുരത്ത് നിങ്ങൾ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ എല്ലാ മേഖലകളിൽ നിന്നതാണ്. ഞാൻ എൻ്റെ സുഹൃത്ത് ദ്വരയൊക്കെ ഞങ്ങളൊക്കെ കുറേ ആളുകൾ ഇത് കാണാൻ വേണ്ടി നിന്നതാണ്. ആ സമ്മേളനത്തിലെ പ്രസംഗങ്ങൾ, ഓരോരുത്തരും നടത്തിയ പ്രസംഗങ്ങൾ, കാന്തപുരം ഉസ്താദിൻ്റെ പ്രസംഗം, MP ഷാഫി പറമ്പിലിൻ്റെ പ്രസംഗം ഇപ്പോഴും ഇങ്ങനെ ഏറെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ കൂക്കിയിൽ പറഞ്ഞതുപോലെ ഇന്നലെ സമാപന സമ്മേളനം നടത്തിയ പ്രസംഗം, ഇതൊക്കെ തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഒട്ടേറെ പറയാനുണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ വേദിയിൽ സംസാരിക്കാനാവുക എന്ന് പറയുന്നത്, ഞാൻ കുട്ടിക്കാലത്ത് ചെക്കിയാട് വയലിലാണ് അദ്ദേഹം പ്രസംഗം പിടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. കാരണം ഞാൻ ചെക്കിയാട് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വരെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടാവും. എൻ്റെ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുണ്ട്, പുറത്തുള്ള സുഹൃത്തുക്കളുണ്ട്, അവരോടൊക്കെ ആ ചെക്കിയാട് വയലിൽ പോയിരിക്കും. മണിക്കൂറുകളോളം ദീർഘനേരം നടത്തുന്ന അദ്ദേഹം പ്രസംഗം. അന്ന് ഈ ജാതി മത വിവേചനങ്ങളൊന്നും നമ്മൾ ഇങ്ങനെ കാണാറില്ല. ആ പ്രസംഗം കേട്ട് അന്തരിച്ചു പോയ ആളുകളാണ് ഞാൻ. ഒട്ടേറെ അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങളുടെ ഇന്നത്തെ വ്രത ദിവസം പറയുന്നില്ല, പക്ഷേ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഞാനൊരു ദിവസം എറണാകുളത്ത് നിന്ന് വരുമ്പോൾ ട്രെയിനിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ അടുത്ത് കണ്ട് ഞാൻ പോയി ഒന്ന് വിഷ് ചെയ്ത് കൈകൊടുത്ത്, ഞാൻ അദ്ദേഹം ഇരിക്കുമ്പോൾ കൂടുതൽ പറയുന്നില്ല, പക്ഷേ കൈകൊടുത്ത് മാറിയിരുന്ന് അദ്ദേഹം ഒരു കട്ടൻ ചായക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഒന്ന് മോഹനും. ഞാൻ ഞെട്ടി, ആരാ പറയുന്നത്? അതും അവസാനിച്ചില്ല. വടകര ഇറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു വണ്ടിയുണ്ടോ? ഞാൻ പറഞ്ഞു വണ്ടി, എൻ്റെ വണ്ടി പോരുന്നു. തിരിച്ച് വന്ന് കക്കംപള്ളിയിലെ അവിടെ നിർത്തിയപ്പോൾ എന്നോട് പറഞ്ഞു ഇറങ്ങുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയപ്പോൾ കക്കംപള്ളിയിലെ പള്ളിയിൽ വെച്ച് അവിടെ വന്ന മൂല്യരോട് പറഞ്ഞു മോഹന് ചായ കൊടുക്കണമെന്ന് പറഞ്ഞു. ഒട്ടേറെ അനുഭവങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓരോ ഉയർച്ചയും ഈ നാട് ആഹ്ലാദത്തോടെ കാണുകയാണ്. അതിന് മതവും ജാതിയും ഒട്ടേറെ പറയാനുണ്ട്. തീർച്ചയായും ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ ആഹ്ലാദഭരിതരാണ്. നാദാപുരം മേഖല ആഹ്ലാദഭരിതരാണ്. ഈ ക്ഷീണത്തിലും അദ്ദേഹം ഇരിക്കുന്നു, വീണ്ടും യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകൾ തുറന്നുകൊണ്ടേ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. കള്ളത്തരീക്കത്തിൽ മെമ്പറായാലും പിന്നെ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അതെല്ലാം ഫത്ത് കൊടുക്കാൻ തലയെക്കെട്ടും കെട്ടി സ്റ്റേജിൻ്റെ മുകളിൽ ധാരാളം ആളുകളുള്ള കാലഘട്ടമാണ് അല്ലേ? ഞങ്ങളെ ഷെയ്ഖിൽ എന്ത് തെറ്റാനുള്ളത്? എടോ, നിന്റെ ഷെയ്ഖിൽ തെറ്റ് ഞങ്ങൾ പറയാം, പക്ഷെ തെറ്റ് ഏതൊക്കെയാണെന്ന് നീ ആദ്യം എഴുതി വെക്കണം. തെറ്റാദ്യം നീ പറയണം. എന്താ തെറ്റ്? നിന്റെ ഷെയ്ഖ് ഒരു അന്യ പെണ്ണുമായി ഒരു റൂമിൽ ഒറ്റക്ക് ഇരിക്കുന്നതും സംസാരിക്കുന്നതും കണ്ടു എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും ആ നിങ്ങൾ കണ്ടതുപോലെയല്ല. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ആ പെണ്ണെത്തലോടുകൂടെ ഒന്നെങ്കിൽ ഷെയ്ഖിനെ അല്ലാഹു പെണ്ണാക്കി, അല്ലെങ്കിൽ ആ വണ്ണ പെണ്ണിനെ അല്ലാഹു ആണാക്കി. നിന്റെ ഷെയ്ഖ് കള്ളു കുടിക്കുന്നത് കണ്ടു, അത് നിങ്ങൾ കണ്ടത് കള്ളാണെങ്കിലും അവരെ വായിലേക്ക് എത്തലോടുകൂടെ സുർക്കയായി മാറിയത്. പിന്നെ എന്താ ഇപ്പൊ തെറ്റ്? ഒരു തെറ്റ് പറഞ്ഞ് അടുത്ത തെറ്റ് ചോദിക്കും. ആദ്യം തെറ്റെന്താണെന്ന് സമ്മതിക്കണ്ടേ? അപ്പം മനുഷ്യന്മാർ തെറ്റ് ചെയ്യാൻ വേണ്ടി കാണുന്ന രണ്ട് മാർഗങ്ങൾ, ഒന്ന് കള്ളത്തരീക്കത്തും മറ്റൊന്ന് സ്വതന്ത്ര ചിന്ത അതിൽ മെമ്പറാകലും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ശൈഖാണെന്ന് വാദിക്കുന്ന മുഴുവൻ ആളുകളെയും നിങ്ങൾ വിട്ടൊഴിഞ്ഞോളൂ മക്കളെ. ആ വാദികളൊന്നും ശൈഖന്മാരല്ല.
ഇന്നഹും ലാ യുഹിബ്ബൂന ഇല്ല തിൽമീദ അല്ലദീ യുത്ഇമുഹും വയബറുഹും. ഈ ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് ആവശ്യം ഭക്ഷണമാണ്, അവർക്ക് പണം കിട്ടലാണ്. ഫലിദാലിക യുഖദ്ദിമൂനഹു അലാ അഖ്റാനിഹി. കൂടുതൽ പണം കിട്ടുന്നവരെ അവർ വലിയ സ്ഥാനത്ത് വെക്കും. ലാ സിയമാ ഇൻ കാന യസ്താദു ലഹുൽ മുരീദീൻ. അതെ, അത് തന്നെ അവരെ കൂടെ നടക്കുന്നവർ വേറെ കുറെ ആളുകളെ വേട്ടയാടി കൊണ്ടുവരുന്ന ഏജൻസികളാണെങ്കിൽ ആ ഏജൻസികൾക്ക് വലിയ സ്ഥാനം കൊടുക്കും. അവരതാ അങ്ങനത്തെ ഏജൻസികളെ പുകഴ്ത്തി പറയും. മാത്രമല്ല അതെ, കൂടെ നടന്ന് ബിരിയാണി കിട്ടാൻ കൂടുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഭക്ഷണം കിട്ടാൻ കൂടെ നടക്കുന്ന കക്ഷികളോട് അവന് പറയും, നമ്മളെ തരീഖത്തൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായതുപോലെ വേറെ ആർക്കും മനസ്സിലായില്ലെന്ന് പറയും. എന്നിട്ട് ഞാൻ വലിയ ശൈഖാണെന്ന് പുകഴ്ത്തി പറയും. ഈ കൂടെ കൂടിയവനെ പോലെ തന്നെ നിങ്ങളും കൂടണമെന്ന് പ്രേരണ നൽകും. ഇതൊക്കെ കള്ളവാദികളുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ഓ സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ എന്ത് വേണം? മഹാനവറുകൾ പിണ്ടും പറയാണ്, കുറെ സാധാരണക്കാരിയാണ് ശൈഖാണ് വലിയാണെന്ന് വിചാരിച്ചത് കണ്ടിട്ട് നീ പെട്ടുപോകണ്ട. അതേ, കുറച്ച് മുഅ്മിനീന്മാരും പെട്ടിട്ടുണ്ടാകും. അല്ലദീന ലാ യദൂഖൂന ശൈഅൻ മിൻ മദാഖിൽ ഖൗമി. ഔലിയാക്കൾ രുചിച്ച ആശയങ്ങൾ അവർക്ക് രുചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിന്നോട് അവരെ ശൈഖിനെ പരിചയപ്പെടുത്തിയിട്ട് അവർ പറയും, യാ സയ്യിദി അശ്ശൈഖ് അഹ്യൈതൽ ഖുലൂബ് വത്തരീഖ ബഅദ സയ്യിദി അശ്ശൈഖുൽ കബീർ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ശൈഖാണ് ഞങ്ങളെ നേർവഴിക്ക് നയിച്ചത് എന്നൊക്കെ പറയും. നീ അവിടെയൊന്നും പെട്ടുപോകണ്ട. അതെ, നീ അവരെ കൂടെ പെട്ടിട്ട് നിന്റെ ഈമാൻ കളഞ്ഞ് നശിക്കണ്ട. ധാരാളം ഇമാമിങ്ങൾ, മഹാനായ ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു ആരാണ്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ്. അതേ, മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്നൊരു മകനുണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്. അത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം കല്യാണം കഴിച്ച പെണ്ണാണ് അൽ ഹനഫിയ. അതിൽ ജനിച്ച മകനാണ് മുഹമ്മദ്. ആ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയ എന്ന അതേ ഹാസിമി കുടുംബത്തിൽ ജനിച്ച ലോക പ്രശസ്ത പണ്ഡിതനാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയുൽ അൻസാരി തങ്ങളുടെ, ശിഹാബുർ റംലി തങ്ങളുടെ, അതുപോലുള്ള വലിയ വലിയ ഔലിയാക്കളും ആരിഫീകളുമായ ഫുഖഹാക്കളുടെ ശിഷ്യനായി വളർന്ന് തസൗഫിന്റെ രംഗത്ത് ഉന്നതമായ സ്ഥാനം ലഭിച്ച ആളാണ് മഹാനായ അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പറയാണ്, അസ്സാലികു ഔലിയാക്കളെ വഴിയിൽ കടന്നവർ മയ്യസ്ദാദ് ബിസുലൂകി ദുല്ലൻ വൻഖിഫാദാ. ആ വഴിയിലേക്ക് കടന്നതോടുകൂടെ താഴ്മയുള്ള ആളാരാണോ, ഞാൻ വലിയ ശൈഖാണെന്നോ ഞാൻ വലിയ ഖുതുബാണെന്നോ ഉള്ള വാദമല്ല, താഴ്മയുള്ളവരാരാണോ ഫയദ്ഖുലു തരീഖൽ ഖൗമി വഹുവ മൻഫൂഖുൻ ബിദ്ദഅവാ. ഞാനൊരു വലിയ ആളാണെന്ന വാദമില്ലാതെ മഹാന്മാര് നടന്ന വഴിയിലൂടെ വരുന്നവർ അവരാണ് ശരിയായ ഔലിയാക്കൾ. അവർ ധാരാളം കാലം ധാരാളം ഇബാദത്തുകൾ ചെയ്ത് മനസ്സിൽ അഹങ്കാരമില്ലാതെ, ആരോടും അസൂയയില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ, സ്ഥാനമാനത്തിന് കൊതിക്കാതെ, ജനങ്ങൾ എന്റെ കൈപിടിച്ച് ചുംബിക്കണമെന്ന് ആലോചിക്കാതെ, ജനങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ആലോചിക്കാതെ, എനിക്കതാ എന്നെ പിടിച്ച് ഉന്നത സ്ഥാനം
സ്ഥാനത്തിരിക്കണമെന്ന് ചിന്തിക്കാതെ, എനിക്ക് വലിയ കസേര കിട്ടണമെന്ന് ആലോചിക്കാതെ അതാ താഴ്മയോടെ ജീവിക്കുന്നവർ അവരാണ് കേട്ടോ ഔലിയായിന്റെ വഴിയിൽ കടന്നവർ. അത് പറയേണ്ടതുണ്ടോ? ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ അവർ താഴ്മയോടുകൂടെ നടന്നു പോകുന്നവരാണ്. അവരാരെങ്കിലും വല്ലതും പറഞ്ഞാൽ അതിന് പ്രതികരിക്കാത്തവരാണ്. അവരവിടെ സമാധാനത്തിന്റെ വാക്ക് പറയുന്നവരാണ്. പോരാ, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമാ. ആളുകളെല്ലാം സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഉറക്കം വരുന്നില്ല. അവരെന്താ ചെയ്യുന്നത്? അവരതാ സുബ്ഹാനല്ലാഹ് തതജാഫാ ജുനൂബുഹും മിനൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. പടച്ചവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു, അല്ലാഹുവിനെ ഭയപ്പെട്ടു. അവര് പാതിരാ സമയത്ത് കിടത്തം കൊള്ളുന്നില്ല. എഴുന്നേറ്റ് റുകൂഉം സുജൂദും ചെയ്ത് സുന്നത്ത് നിസ്കാരത്തിലാണ്, തഹജ്ജുദിലാണ്. അവരെ മനസ്സിൽ വലിയ പേടിയാണ്. എന്റെ ആഖിബത്ത് എങ്ങനെയാണ് അല്ലാഹ്? അവരുടെ ഖൽബിൽ പേടിയാണ്. അവർക്ക് പ്രതീക്ഷയുമാണ്, റബ്ബെന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയുമാണ്. അതല്ലേ ഖൽബുൽ മുഅ്മിൻ ബൈനൽ ഖൗഫി വറജാ. ഈമാനുള്ളവന്റെ മനസ്സ് രണ്ടിന്റെയും മധ്യത്തിലാണ്. എന്നെ രക്ഷപ്പെടുത്തുമെന്റെ റബ്ബ് എന്ന പ്രതീക്ഷയുണ്ട്, എന്നെ ശിക്ഷിച്ചാലോ എന്ന പേടിയുമുണ്ട്. അത് രണ്ടിന്റെയും ഇടയിലാണ് അവരെ മനസ്സ്. താഴ്മയോടെ ജീവിക്കുന്നവരാണ്. മോനെ വകുൻ ദനബൻ, നീ ഒരു വാലായിക്കോ. വലാതകുൻ റഅസൻ, നീ തലയാകണ്ട. നീ വാലായിക്കോ, തലയാകണ്ട. ഞാനൊരു ശൈഖാന്ന് വാദിക്കാൻ പോണ്ട. നീ എന്ത് ചെയ്തു? ആലിമീങ്ങളെ ഉപദേശം കേട്ട് ജീവിച്ചോ, നീ മഹാന്മാരെ ഉപദേശം കേട്ട് ജീവിച്ചോ. നീ തലയാകണ്ട, നീ വാലായിക്കോ. ഇത് ശൈഖിന്റെ വാക്ക് ഉദ്ധരിക്കുകയാണ് മഹാൻ. കാരണം വെട്ടുകൊള്ളുമ്പോൾ ആദ്യം വെട്ടുകൊള്ളുന്നത് തലക്കല്ലയോ? തല വെട്ടുക എന്നല്ലാതെ വാല് വെട്ടുക എന്ന് പറയാറുണ്ടോ? അപ്പൊ ഇബ്ലീസ് നിന്നെ കൊണ്ടുപോയി ചതിയിലേക്ക് വെട്ടിത്തള്ളിയിടുന്നത്. നീ ഒരു നേതാവാകണം, സ്ഥാനം കിട്ടണം, ജനങ്ങൾ ബഹുമാനിക്കണം, ജനങ്ങൾ അംഗീകരിക്കണം, ജനങ്ങൾ ചുംബിക്കണം. ഏതേ ജനങ്ങൾ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ ഇജാബത്തുള്ള ആളാണെന്ന് പറയണം. ഞാൻ വരുമ്പോഴേക്ക് വലിയ വിരിപ്പുണ്ടാകണം. ഞാൻ വരുമ്പോൾ എല്ലാവരും തന്നെതാ ശൈഖ് വരുന്നു എന്ന് നിൽക്കി പിന്നാടെ കൂടണം. ഇത്തരം ചിന്തയുണ്ടാകണ്ട. നീ വാലായിക്കോ, തലയാകണ്ട. ആദ്യം തന്നെ വെട്ടി വീഴുന്നത് തലയിലാണ് കേട്ടോ. മഹാനവറുകൾ വീണ്ടും പറയാണ്, നിന്നെ ഒരാൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ നിന്റെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടില്ലേ? നിന്റെ മനസ്സിൽ വെറുപ്പുണ്ടില്ലേ? നിന്നെ ബഹുമാനിക്കാത്തവനോട് വെറുപ്പുണ്ടില്ലേ? നീ ഒരു നല്ല സാലിഹായ ആളാണ്, ശൈഖാണ്, സയ്യിദാണ് എന്നൊന്നും പറയാത്തവനോട് നിന്റെ മനസ്സിൽ വിഷമമുണ്ടല്ലേ? എന്നാ പറയട്ടെ, ബൽ വൽ ഇസ്ലാം ഫൈനൽ മുസ്ലിമൽ കാമില ഫീ ഹാദ സമാനി അഅസ്സു മിനൽ കിബ്രീത്തിൽ അഹ്മരി. മോനെ, ഇന്നൊരു പരിപൂർണ മുസ്ലിമിനെ തന്നെ കാണാൻ വലിയ പ്രയാസമാണ്. ശൈഖും വലിയൊക്കെ പിന്നെയല്ലേ. ഒരു
പരിപൂർണ മുസ്ലിമിനെ തന്നെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. വലായകൂനുൽ മുസ്ലിമു കാമിലൻ, ഒരു മുസ്ലിം പൂർണ്ണ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? ഹത്താ യസ്ലിമ ലിസാനുഹു, അവന്റെ നാവ് കൊണ്ട് വേറെ ഒരൊറ്റ മനുഷ്യനെ കുറ്റം പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് കള്ളം പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് ഗീബത്ത് പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് നമീമത്ത് പറയാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് അതാ വാക്ക് പറഞ്ഞ് ലംഘിക്കാതിരിക്കണം, അവന്റെ നാവ് കൊണ്ട് അവൻ ചീത്ത വിളിക്കാതിരിക്കണം. ആരെയും ചീത്ത പറഞ്ഞുകൂടാ, ആലിമീങ്ങളെ തീരെ പറഞ്ഞുകൂടാ. ലാ തഗ്തബന്ന അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസവിൽ ലിമാ ഫീ ലഹ്മിഹിം ദുഅഫൂ ഇന്ന الضعف إذا ما كنت تأكله ولو بجهل جرى في نفسك التلف. ഒരാളെ കുറ്റവും പറയാൻ പോകണ്ട മോനെ, നിന്റെ കുറ്റം തന്നെ നീ നോക്കി പിടിച്ചോ, അത് നന്നാക്കാൻ നോക്കിക്കോ. ആലിമീങ്ങളെ കുറ്റം തീരെ പറയണ്ട, അത് നഞ്ഞുള്ള മാംസമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, നാവിനെ ശ്രദ്ധിക്കാത്തവനിങ്ങനെ യഥാർത്ഥ മുസ്ലിമാകും. കാത് രക്ഷപ്പെടണം, കാത് രക്ഷപ്പെടണം. കാതെങ്ങനെ രക്ഷപ്പെടൽ? ഗീബത്ത് പറയുന്ന സദസ്സിൽ പോയി ഇരിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയട്ടെ, ഗീബത്ത് നിറഞ്ഞു നടക്കുന്ന ചില ശൈഖ്വാദികളുണ്ടല്ലോ, മുരീദ്വാദികളുണ്ടല്ലോ, അവരെ പ്രസംഗമൊന്ന് കേട്ടു നോക്കട്ടെ എന്നുള്ള ചിന്ത ഉണ്ടായാൽ ഹറാമ് കേൾക്കുകയാണ് കേട്ടോ. അതേ മുജാഹിദിന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ, ജമാഅത്തുകാരന്റെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ, യുക്തിവാദിയുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കട്ടെ. ഇങ്ങനെ ഒരു ചിന്തയുണ്ടല്ലോ, ഹറാമിന്റെ ചിന്തയാണ് കേട്ടോ. കാത് ഹറാമിൽ നിന്ന് മാറി നിൽക്കണം, കേൾക്കാൻ പറ്റുന്നത് മാത്രം കേൾക്കുന്നവരാകണം. കണ്ണ് രക്ഷപ്പെടണം, കണ്ണ് കൊണ്ടൊരന്യ പെണ്ണിലേക്ക് നോക്കിക്കൂടാ. വികാരത്തോടെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ളൊരു കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിക്കൂടാ. അല്ലാതെയും നോക്കരുതെന്നാണ് ഇമാം നവവി തങ്ങളുടെ പക്ഷം. ഇരിക്കട്ടെ, അവനവന്റെ രഹസ്യാവയവങ്ങൾ രക്ഷപ്പെടണം. ഒരിക്കലും തന്നെ സ്വന്തം ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ അവന്റെ ലൈംഗികാവയവം ഒരു നിലക്കും അവൻ ആസ്വദിക്കാൻ പാടില്ല. അതേ ഖുർആനല്ലേ പറയുന്നത്, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലാതെ, അടിമ സ്ത്രീയുള്ള കാലത്ത് അവരുമായി ബന്ധപ്പെട്ടു ഉടമസ്ഥനല്ലാതെ ഒരിക്കലും തന്നെ വേറൊരു വഴിയില്ലല്ലോ. അതിനാൽ അവനവന്റെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കണം, അത് രക്ഷപ്പെടണം. പോരാവയതു, അവന്റെ കൈ രക്ഷപ്പെടണം. ഒരന്യ പെണ്ണിന് കൈ കൊടുത്തുകൂടാ, ഹറാമ് തൊട്ടുകൂടാ. അവനവന്റെ കൈ കൊണ്ട് അതാ അമ്രതെന്ന് പണ്ഡിതന്മാര് പറയുന്ന താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾക്ക് കൈ കൊടുത്ത് മുസാഫഹത്ത് ചെയ്തുകൂടാ. വിലായത്തിന്റെ മർത്തബ കിട്ടാൻ പോയിട്ട് ഒരു യഥാർത്ഥ മുസ്ലിമാകണമെങ്കിൽ എന്ത് വേണമെന്നാണ് ഇമാം ഷെഹ്റാനി തങ്ങൾ പറയുന്നത്. അവന്റെ ഹൃദയം വളരെ രക്ഷപ്പെടണം. ആരെപ്പറ്റിയും തെറ്റിദ്ധാരണ ഉണ്ടാകരുത്, ആരെ കുറിച്ചും അതാ കൊച്ചാക്കി കാണരുത്, ആരെയും നിസ്സാരപ്പെടുത്തരുത്, ഞാനൊരു വലിയവനാണെന്ന തോന്നലുണ്ടാകരുത്. അല്ലാഹു പ്രത്യക്ഷമായും പരോക്ഷമായും ഹറാമാക്കിയതിൽ നിന്നെല്ലാം രക്ഷപ്പെടണം. ഈ ശൈഖാണെന്ന് ബാധിച്ച് നടക്കുന്നവർക്ക് ഈ സ്ഥാനം എപ്പോൾ കിട്ടാനാണ്? വലാ ജാരിഹത്തലഹും, അവർക്കൊരു നാവുമില്ല, ഒരവയവുമില്ല, ഇല്ല ഖദഅസത്തില്ല മിറാറാ, പലതവണ പടച്ചവനോട് തെറ്റ് ചെയ്ത നാവല്ലാതെ, തെറ്റ് ചെയ്ത കൈയല്ലാതെ, തെറ്റ് ചെയ്ത നാവല്ലാതെ, തെറ്റ് ചെയ്ത കണ്ണല്ലാതെ, കാതല്ലാതെ, മനസ്സല്ലാതെ, കാലല്ലാതെ ഈ ശൈഖ്വാദികൾക്കില്ല. ഫതഅമ്മൽ ദാലിക, ഇത് നീ നന്നായി ചിന്തിച്ചു വെച്ചോ മോനെ.